ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേ. രാവിലെ എണിച്ചത് ഉമ്മ ചോദിക്കുകയാണ് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കിയിട്ട്. ഉമ്മ കൊറിയൻ ഫുഡും ജാപ്പനീസ് ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞങ്ങൾ പച്ചയിലാണ്ടോ ചെയ്യണത്. ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കാം. ശേഷം ഇതാണ് മെയിൻ ഐറ്റം. ഇവിടെ ബിരിയാണി അല്ല എന്നാട്ടോ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് കമന്റ് ചെയ്യണേ. ബിരിയാണി ഇലയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും അത് ഇട്ടാൽ ഒരു മണമാണ്. ഇനി ഒരു ഇല എടുത്ത് ഇതുപോലെ കഴുകി കെട്ടുക. ഇനി ബിരിയാണി ഇല എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച അരിയിലെ അതിൻ്റെ ഉള്ളിലോട്ട് ഇടുക. ഇനി ഇലയിട്ട ശേഷം അരി വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവണ വരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ വേവട്ടെ. അടുത്തത് ആവശ്യം നമുക്ക് തേങ്ങയാണ്. ഉമ്മ പറഞ്ഞത് ഈ ഒരു തേങ്ങ മുഴുവൻ ആവശ്യമുണ്ട് എന്നാണ് കേട്ടോ. അങ്ങനെ ദേ തേങ്ങ അരച്ചേ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ദേ രണ്ടാം പാലാണ് കേട്ടോ. അതിൽ വീണ്ടും ഒരു ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കുക. നമ്മുടെ രണ്ടാം പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വേവിച്ച ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ രണ്ടാം പാല് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കുക, അതായത് വറ്റിച്ചെടുക്കുക. വറ്റിച്ച ശേഷം ഇത്തിരി ചൂടാറാൻ വെച്ചാൽ അതൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ ചോറിന് മുകളിൽ ഒഴിച്ച് കഴിക്കാനുള്ള സോസ് ഉണ്ടാക്കാൻ പോകുകയാണ്. അതിന് നമ്മുടെ ഒന്നാം പാലിൽ കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കി 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ടിട്ട് നന്നായി കുറുക്കിയെടുക്കുക. ഈ തിക്കണ്ടോ അതിൻ്റെ അളവ്. പിന്നെ സ്റ്റിക്കി റൈസിൽ മെയിൻ ഉണ്ടാവുന്ന ഐറ്റം ഉണ്ട് ഈ മാങ്ങാപ്പഴം. പറയുന്നത് ഈ സ്റ്റിക്കി റൈസിൽ ഈ മാമ്പഴം കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറയണത്. അപ്പൊ നമുക്കൊന്നേ കഴിച്ചു നോക്കിയാലോ.